ഹലോ, വെൽക്കം ടു നൈറാസ് മംസ് വേൾഡ്. അപ്പോൾ ഈ വീക്കെൻഡ് ഞങ്ങൾ എങ്ങോട്ടാണ് പോയതെന്ന് നോക്കിയാലോ. പ്ലാൻ ചെയ്തിരുന്നത് അരത് ഫോർട്ടിലേക്കാണെങ്കിലും പ്ലാൻ തെറ്റി ഞങ്ങൾ നേരെ പോയത് ബീച്ചിലോട്ടാട്ടോ. സംഭവം വേറൊന്നുമല്ല, നമ്മൾ ഈ കാലാവസ്ഥയൊക്കെ നോക്കിയിട്ട് പോകുമ്പോൾ ചെറുതായിട്ട് മഴയ്ക്കൊരു സാധ്യത കണ്ടപ്പോൾ അരത് ഫോർട്ട് മെല്ലെ മാറ്റി. പിന്നെ അത് മാത്രമല്ല, അരത് ഫോർട്ട് പോകുന്നതിനൊരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ സമയം ചെറുതായിട്ടൊന്ന് തെറ്റിയെ കണ്ടപ്പോൾ പിന്നെ വേണ്ട, അടുത്ത ആഴ്ചത്തേക്കെന്ന് പറഞ്ഞ് മാറ്റി വെച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ വിട്ടത് ബീച്ചിലോട്ടാണെന്ന് മാത്രം. ദേ ബീച്ചിലോട്ട് എത്തിയിട്ടോ. ഈ ബീച്ചിൻ്റെ പേര് ദുമിസ്ഥാൻ ബീച്ച് എന്നാണ്. ഈ ബീച്ചിൻ്റെ ഒരു റീല് ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. ഈ ബീച്ചിനെ പറ്റി പറയാനാണെങ്കിൽ നമുക്കിങ്ങനെ മൈൻഡൊക്കെ റിലാക്സ് ചെയ്ത് നമുക്കിങ്ങനെ കുറേ നേരം ഭയങ്കര വേറൊരു ലോകത്തേക്കൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു ബീച്ചാട്ടോ. ഭയങ്കര കാമാണ് ആ ഏരിയയൊക്കെ. അപ്പോൾ നമുക്കിങ്ങനെ വേറൊരു ലോകത്തേക്ക് തന്നെ പോകും. കനിമൂള് കണ്ടില്ലേ പാറി പറന്ന് പോകുന്നത്. അത്രത്തോളം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. വളരെ കുറച്ച് പേര് ആ വന്നവരും ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സിനായിട്ട് ഹാങ് ഔട്ട് ചെയ്യാൻ വന്നവരായിരുന്നു കേട്ടോ. ഇവിടുത്തെ മെയിൻ ഫോട്ടോ എടുക്കാൻ പറ്റുന്നൊരു സ്പോട്ടാണ് കേട്ടോ ഞാനീ നിൽക്കുന്നത്. അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസും വീഡിയോസും എടുക്കലായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഞങ്ങളുടെ പണി കേട്ടോ. ഇതേ കനിമോൾ അതിനു വേണ്ടി ഞങ്ങൾ കൊണ്ടുപോയി നിർത്തുമായിരുന്നു കേട്ടോ. കനിമോൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവൾ ഒരുപാട് ഫോട്ടോയ്ക്ക് വേണ്ടി ഇങ്ങനെ പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. പോസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതേ അച്ഛൻ്റെയും അമ്മേനെയും കുറേ ഫോട്ടോ ഒക്കെ എടുത്ത ശേഷം ഞാനും ഒട്ടും വിട്ടു കൊടുത്തില്ല. ഞാനും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. നല്ലൊരു എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ബീച്ച്. പിന്നെ അത് മാത്രമല്ല, ഈ ഞാനിവിടുന്ന് നോക്കി നിന്നിരുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ദേ കണ്ടില്ലേ, 2 കുതിരകൾ അവിടെ ഹോഴ്സ് റൈഡിങ് കഴിഞ്ഞ ശേഷം അവരിങ്ങനെ വന്ന് വെള്ളത്തിൽ വന്ന് നീരാടി പോവുമായിരുന്നു കേട്ടോ. അത് നേരിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. അപ്പം അതിങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നു. അത് കഴിഞ്ഞ ശേഷം വീണ്ടും ഫോട്ടോ എടുപ്പ് തകൃതി തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോട്ടോ എടുത്ത ശേഷം പിന്നെ ഞങ്ങൾ മെല്ലെ തിരിച്ചിറങ്ങാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അപ്പോൾ ആ നേരത്തെ കൊണ്ട് ഞാൻ അമ്മേനോട് കുറച്ച് എനിക്ക് വീഡിയോസ് എടുപ്പിച്ചതാട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ എൻ്റെ ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫർ എന്നൊക്കെ പറയുന്നത് അമ്മയാണ് കേട്ടോ. അപ്പോൾ അമ്മേനെ കൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുപ്പിച്ച ശേഷം അങ്ങനെ തിരിച്ച് മടങ്ങുകയാണ്. അതിനിടയിൽ കനിമോളൊരു ഓട്ടം എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നോക്കി 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 സത്യം പറഞ്ഞാൽ അവിടുന്ന് പോകാനും തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കുറേ നേരം അവിടെ ഇരിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ അടുത്ത ഒരു സ്പോട്ടിൽ പോകാനുണ്ടായിരുന്നു. വേറെ എവിടെയല്ല, അടുത്തതും ഒരു ബീച്ച് തന്നെയായിരുന്നു കേട്ടോ. ആ ബീച്ച് ഇതുപോലുള്ളൊരു ബീച്ചല്ല, കുറച്ചുകൂടി ആൾക്കൂട്ടമൊക്കെ ഉള്ള കുറച്ച് തിരക്കുള്ളൊരു ബീച്ചാട്ടോ. ബീച്ചിൻ്റെ പേര് മാൽക്കിയ എന്നാണേ. ഇവിടെ എല്ലാവർക്കൊക്കെ അറിയുന്നുണ്ടാവും. അങ്ങനെ കനിമോൾ അപ്പോഴേക്കും എൻ്റെ മടിയിലെത്തിയിട്ടോ. കനിമോളായിട്ട് കുറച്ച് നേരം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും സൺസെറ്റിൻ്റെ സമയമായിരുന്നു കേട്ടോ. എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയോ ആകാശം കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കടൽ, ആകാശം, മല, സൺസെറ്റ്, സൺറൈസ് ഇതൊക്കെ കണ്ടിരിക്കാൻ കേട്ടോ. ഇങ്ങനെ നോക്കിയിരിക്കാറുണ്ട്. ഇനി ഇവിടെ ഫ്ലാറ്റിൽ നിൽക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബാൽക്കണിയിൽ പോയി ഇങ്ങനെ ആകാശം നോക്കി ഇങ്ങനെ നിൽക്കും കേട്ടോ. കുറേ ഫ്ലൈറ്റ് പോകുന്നതും കാണാം, ജെറ്റ് പോകുന്നത് കാണാം. ചുമ്മാ മേഘങ്ങളുടെയൊക്കെ ഓരോ കളറൊക്കെ മാറി ഇടയ്ക്ക് കോട്ടൺ ക്യാൻഡി പോലത്തെ കളറൊക്കെ ആകുമ്പോൾ എന്തൊരു ഭംഗിയാണ്. ശരിക്കും നമ്മൾ ചിത്രമൊക്കെ വരച്ച് വെച്ച പോലെ ഉണ്ടാവുമല്ലോ. അതുപോലെയാണ് ഈ ബീച്ചിൽ പോയി കഴിഞ്ഞാലും. ഞാൻ പറയുമ്പം ബീച്ചൊക്കെ ഉള്ള നാട്ടിൽ നിന്നാണ് വരുന്നതെങ്കിലും എനിക്ക് എത്ര കണ്ടാലും മതി വരാത്ത ഒന്നാണ് ബീച്ച് കേട്ടോ. പക്ഷെ വെള്ളം നല്ല പേടിയുള്ള കൂട്ടത്തിലാണ്. കുറച്ച് ദൂരം വരെ എനിക്ക് പോകാനൊക്കെ പറ്റുള്ളൂ. പക്ഷേ ഇതുപോലെ ഇങ്ങനെയൊക്കെ കാലിട്ട് കളിക്കാനൊക്കെ എന്നെക്കൊണ്ട് പറ്റുള്ളൂ. കാരണം നല്ലൊരു പേടിച്ച ശേഷം പിന്നെ അങ്ങോട്ടേക്ക് ആ ഭാഗത്തേക്ക് ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നിന്ന് ഇവിടെ വിട്ട് നിന്നുള്ള ലോഹ്യം മാത്രമേ ഉള്ളൂ. പക്ഷേ എന്താ പറയുക, ഇങ്ങനെ വിട്ടു നിന്ന് നമുക്കിങ്ങനെ ആസ്വദിച്ച് ഇതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുമല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കാലിട്ട് ഇളക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ കനിമോളും വന്ന് ഒന്ന് വെള്ളത്തിൽ കാലുത്താനും. നല്ല തണുപ്പായിരുന്നു കേട്ടോ വെള്ളത്തിന്. പിന്നെ കനിമോൾ എപ്പോഴത്തെയും പോലെ തന്നെ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ അവിടെ കേക്ക് ഉണ്ടാക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവളുടേതായ ലോകത്തേക്ക് പോയിരുന്നു കേട്ടോ. സെറ്റിന് മുന്നേ കുറേ ഫോട്ടോ എടുത്തിരുന്നേ. സൺസെറ്റ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയായിരുന്നു കേട്ടോ ആകാശം കാണാൻ. പിന്നെ കനിമോൾ ഇങ്ങനെ കളിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നിരുന്നൊക്കെ കസിൻസൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലോട്ടാട്ടോ വരാറുള്ളത്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് ബീച്ചുള്ളത്. ബീച്ചിലൊക്കെ പോയി ഇങ്ങനെ ഓരോന്ന് കളിക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു ഓർമ്മകളൊക്കെ ആയിരുന്നു ആ സമയത്ത് വന്നിരുന്നു കേട്ടോ. ഇവിടുത്തെ വെള്ളം കണ്ടില്ലേ, അത്ര ആഴമൊന്നും ഇല്ല കേട്ടോ നമ്മുടെ നാട്ടിലത്തെ പോലെ. പിന്നെ കുറേ നേരം വീണ്ടും ഇങ്ങനെ ആസ്വദിച്ചിരിക്കേണ്ടിയിരുന്നു കേട്ടോ പണി. കാരണം എന്താ പറയുക, എന്തൊരു ഭംഗിയായിരുന്നു അറിയോ കാണാൻ. ഈ ഫോണിൽ കാണുന്ന പോലെ ആയിരുന്നില്ല കേട്ടോ. ഫോണിൽ കാണുമ്പോൾ ഒരു ഭംഗിയുണ്ടെങ്കിലും നേരിട്ട് കാണുമ്പോൾ അത് വേറെ തന്നെ ഭംഗിയാണല്ലോ. നമ്മൾ തന്നെ വേറെ ലോകത്തേക്കൊക്കെ പോകുന്നൊരു ഫീലാണല്ലോ. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും വേഗം
ഇറങ്ങാമെന്നുള്ള പ്ലാനിലായിട്ടോ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ. പിന്നെ നേരെ വെച്ച് പിടിച്ചിരുന്നത് മെഗാമാർട്ടിലോട്ടായിരുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയ ശേഷം ഞങ്ങൾ നേരെ വിട്ടു ഗൗരി കൃഷ്ണയിലേക്കാട്ടോ. നല്ല വിശപ്പ് വന്നിരുന്നു. അപ്പോൾ ദേ ഓർഡർ ചെയ്തിരുന്ന ചോളാപ്പൂരി ഇരുന്ന് ആദ്യം ഓർഡർ ചെയ്ത് അതെല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിച്ച ശേഷം അടുത്തതായിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നത് ചില്ലി പൊറാട്ട ഇരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഗോബി മസാല ദോശ, ഉഴുന്നുവട, അങ്ങനെ ഓരോന്നായിട്ട് ഓർഡർ ചെയ്യാൻ തുടങ്ങി. ഈ ഓർഡർ ചെയ്ത ഐറ്റംസ് എല്ലാം നമ്മൾ 2 വീതമൊക്കെ ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. കാരണം ഷെയർ ചെയ്ത് കഴിക്കാനുള്ള ആ ഒരു ഇത് എല്ലാവർക്കും ഉള്ളൂ കേട്ടോ. ഒറ്റൊന്ന് കഴിക്കാനുള്ള കപ്പാസിറ്റി ആർക്കും ഉണ്ട്. വാങ്ങിയ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പ്രത്യേകിച്ച് ചോളാപ്പൂരിയാണ് എനിക്കിഷ്ടമായിരുന്നത്. ലാസ്റ്റ് ഒരു ഫിൽറ്റർ കോഫിയും കനിമോൾക്കൊരു വാട്ടർമെലൺ ജ്യൂസും കൂടി കുടിച്ച് അവിടെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു. അടുത്ത വ്ളോഗായിട്ട് കാണുന്നവരേക്ക് ടാറ്റ ബൈ ബൈ, സീ യു.